സ്വരാജിൻ്റെ കാര്യത്തിൽ ഞാൻ ഇറങ്ങിയ ഒന്നും പറയാത്തതിൻ്റെ കാരണം നിങ്ങൾക്കെല്ലാം അറിയാം മാളികപ്പുറത്തമ്മയുടെ ഇത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവാദം ഒരുപാട് നമ്മളുടെ ബഹുലക്ഷം അല്ല കോടാനുകൂടി ഹൈന്ദവരുടെ മനസ്സിലൊരു വേദന ഉണ്ടാക്കിയ ഒരു തന്നെ. അതിന് അദ്ദേഹം ഒരു മാപ്പ് പോലും പറഞ്ഞിട്ടില്ല. എഫിന് പിന്തുണ പ്രഖ്യാപിച്ച് വന്നതിൻ്റെ പിന്നിൽ കുറച്ചുകൂടെ ആധികാരികമായി ചിന്തിക്കുകയാണെങ്കിൽ അത് ഈ പറയുന്ന സ്വരാജിനിട്ടുള്ളൊരു പണിയാണ്. സ്വരാജിന് പണി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അവർ വന്നിരിക്കുന്നത്. ഈ സ്വരാജിനെ പോലെ ഒരാൾക്ക് ഇദ്ദേഹം പിന്തുണ കൊടുക്കുമ്പോൾ ഇദ്ദേഹം ഒരു തീവ്ര ഹിന്ദുത്വവാദിയാണെന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായും ഇവിടെയുള്ള ചില മുസ്ലിം വോട്ടുകൾ, സ്വരാജിന് പോകേണ്ടിയിരിക്കുന്ന വോട്ടുകൾ ഒരു തീവ്ര സംഘടന വന്നു എന്ന് പറഞ്ഞ് അങ്ങനെയും മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. അപ്പം ഇയാളെ ഇറക്കി വിട്ടത് BJP ആണോ അതോ മറ്റേതെങ്കിലും ഗ്രൂപ്പാണോ എന്നുള്ളത് സംശയിക്കുന്നുണ്ട്. കാരണം BJP ഇപ്പോൾ ഒരുപാട് നെറികെട്ട കളികളാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്ക് തന്നെ ഏറ്റവും വലിയ അപമാനമായാണ് കേരളത്തിലെ BJP റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ കംപ്ലീറ്റ് എക്സ്പോസ് ചെയ്ത് യഥാർത്ഥ ധർമ്മം എന്തെന്ന് കാണിക്കേണ്ടത് ഒരു പഴയ സ്വയം സേവകൻ എന്നുള്ള നിലയിൽ അത് തുറന്ന് കാണിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം.